വി.എസ്. അച്യുതാനന്ദനെ വർഗീയവാദിയും മുസ്ലിം വിരുദ്ധനുമായി ചിത്രീകരിക്കാൻ നീക്കം നടന്നതായി മാധ്യമപ്രവർത്തകൻ എം.സി.എ. നാസറിന്റെ വെളിപ്പെടുത്തൽ. വി.എസ്. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ പരാമർശങ്ങൾ വളച്ചൊടിച്ചുവെന്നും തുറന്നുപറച്ചിൽ. യാഥാർത്ഥ്യം ഇത്രയും നാൾ മറച്ചുവച്ചതെന്തിന് എന്ന് എം.സി.എ. നാസറിന് എതിരെ ചോദ്യങ്ങൾ ഉയരുന്നു. വി.എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ നടന്ന നീക്കങ്ങൾ തുറന്നുകാട്ടി ഡിവൈഎഫ്ഐ രംഗത്ത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയെ മുസ്ലിം സമുദായ വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിക്കാൻ നടന്ന നീക്കങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മലപ്പുറത്തുകാർ ഒന്നടങ്കം തീവ്രവാദികളാണെന്നും മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചാണ് ജയിച്ചതെന്നും വി.എസ്. പറഞ്ഞതായി സ്ഥാപിച്ചെടുക്കാൻ ആസൂത്രിത നീക്കങ്ങളാണ് പലകുറി നടന്നിരുന്നത്. തീവ്ര ഇസ്ലാമിക ബോധം പേറുന്ന പല സംഘടനകളും ആവർത്തിച്ച് അത് സ്ഥാപിച്ചെടുക്കാൻ ഗൂഢനീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ജീവിതത്തിലുടനീളം മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിരുന്ന വി.എസിനെ മുസ്ലിം വിരുദ്ധനാക്കാൻ ചില കേന്ദ്രങ്ങൾ നടത്തിയിരുന്ന ശ്രമങ്ങൾക്കെതിരെ ഇടതു പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ വാദഗതികളെ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ വി.എസ്. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ പരാമർശങ്ങളാണ് മുസ്ലിം സമുദായത്തിനെതിരെ വി.എസ്. പ്രതികരിച്ചു എന്ന വിധത്തിൽ വ്യാപകമായി ചിലർ പ്രചരിപ്പിച്ചത്. എന്നാൽ അതിനു പിന്നിൽ ചില നാടകീയ സംഭവവികാസങ്ങൾ അരങ്ങേറിയിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് മാധ്യമപ്രവർത്തകൻ എം.സി.എ. നാസർ രംഗത്തെത്തിയത്. വി.എസ്. അച്യുതാനന്ദൻ വിടവാങ്ങിയ വേളയിലാണ് വി.എസിനെ മുസ്ലിം വിരുദ്ധനായി മുദ്രകുത്താനിടയായ പത്രസമ്മേളനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എം.സി.എ. നാസർ കുറിപ്പ് പങ്കുവച്ചത്. ഇപ്പോൾ മീഡിയ വണ്ണിന്റെ UAE റിപ്പോർട്ടറായ നാസർ അന്ന് മാധ്യമം പത്രത്തിന്റെ ഡൽഹി റിപ്പോർട്ടറായിരുന്നു. 2010 വി.എസ്. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ NDF നടത്തുന്ന ഫ്രീഡം പരേഡിനെ കുറിച്ച് ചോദ്യം ചോദിച്ചത് നാസർ ആയിരുന്നു. മുസ്ലിം ജനസാമാന്യത്തെ കബളിപ്പിച്ചുകൊണ്ട് പൊതുമണ്ഡലത്തിൽ ഛിദ്രത വരുത്തുകയാണ് NDF ചെയ്യുന്നതെന്നാണ് അന്ന് വി.എസ്. പ്രതികരിച്ചത്. എന്നാൽ വി.എസ്. പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചില മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും NDF-നെ പറഞ്ഞത് മുസ്ലിം സമൂഹത്തെ ഒന്നാകെ എന്ന മട്ടിൽ ചില മാധ്യമങ്ങൾ എടുത്തുപയോഗിക്കുകയും അതുവഴി വി.എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുകയായിരുന്നുവെന്നുമാണ് എം.സി.എ. നാസർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നാസറിന്റെ ഫേസ്ബുക്കിലെ വിശദീകരണങ്ങൾ ഈ വിധത്തിലാണ്. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ NDF പ്രഖ്യാപിച്ച പരേഡിനെ മുൻനിർത്തിയ ചോദ്യത്തിന് വിശദമായി തന്നെ അന്നത്തെ മുഖ്യമന്ത്രി വി.എസ്. മറുപടി നൽകി. NDF-ലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചായിരുന്നു മറുപടി. അന്ന് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള സംഘ് താൽപര്യമുള്ള ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ കൂടി ചേർത്തായിരിക്കണം വി.എസ്. മറുപടി നൽകിയത്. എന്നാൽ ആവിധം മറുപടികൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ദുരുപയോഗപ്പെടുത്തുമെന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നുവെന്നും നാസർ പറയുന്നുണ്ട്. പേടിച്ചതുപോലെ സംഭവിച്ചുവെന്നും വി.എസ്. പറഞ്ഞതിന്റെ ആദ്യ ഭാഗം ഒഴിവാക്കി തീവ്ര വലതുപക്ഷം വാർത്ത വളച്ചൊടിച്ചുവെന്നും അതുപയോഗിച്ച് ഇപ്പുറത്തുള്ളവർ വി.എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ അത് ആയുധമാക്കി മാറ്റുകയും ചെയ്തു. വി.എസിനോട് വിയോജിപ്പുകൾ ഉണ്ടാകാം. എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടിയിലെ ഒരു ഭാഗം കട്ട് ചെയ്ത് വി.എസിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഈ വിധത്തിലാണ് തന്റെ ഫേസ്ബുക്കിലൂടെ മാധ്യമപ്രവർത്തകൻ എം.സി.എ. നാസർ നടത്തുന്ന തുറന്നുപറച്ചിലുകൾ. അതേസമയം എം.സി.എ. നാസർ നടത്തിയിരിക്കുന്ന തുറന്നുപറച്ചിലിൽ തെല്ലുപോലും ആത്മാർത്ഥതയില്ല എന്ന അഭിപ്രായം വളരെയധികം ശക്തമായി ഉയരുന്നുണ്ട്. 2010 ജൂലൈ 24 നടന്ന പത്രസമ്മേളന വാർത്ത ഇത്രയധികം അപകടകരമായി വളർച്ചൊടിച്ചിട്ടും അതിന്റെ യാഥാർത്ഥ്യം ഇത്രയും കാലം മാധ്യമപ്രവർത്തകനായ നാസർ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് ഒപ്പം മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് വി.എസ്. എന്ന് ആരോപണങ്ങൾ ചൊരിഞ്ഞതിൽ നിന്ന് മാധ്യമത്തിനും മീഡിയ വണ്ണിനും ഒഴിഞ്ഞു മാറാനാവില്ല. താൻ പ്രവർത്തിച്ചിരുന്ന മാധ്യമത്തെ പോലും യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന നാസർ വി.എസ്. അച്യുതാനന്ദനെ വേട്ടയാടിയവർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയായിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ പത്രസമ്മേളനത്തിൽ വി.എസിനോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകൻ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ രംഗത്തു വന്നിട്ടുണ്ട്. വി.എസിനെതിരെ നടത്തിയ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ പ്രതികരിച്ചാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് രംഗത്ത് വന്നത്. തന്റെ ഫേസ്ബുക്കിലൂടെ ഇസ്ലാമിക സംഘപരിവാറിനോട് 2 ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു സനോജിന്റെ പ്രതികരണം. മലപ്പുറത്തുകാർ ഒന്നടങ്കം തീവ്രവാദികളാണെന്ന് സഖാവ് വി.എസ്. പറഞ്ഞു. വാസ്തവം ഇല്ല. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നതെന്ന് വി.എസ്. പറഞ്ഞു. വാസ്തവം ഇല്ല. ഒരു മനുഷ്യായുസ് മുഴുവൻ മത തീവ്രവാദികളോട് വിട്ടുവീഴ്ച ചെയ്യാതെ ഈ നാടിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ അന്ത്യനാളുകളിൽ മത തീവ്രവാദിയാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്.
അതിന്റെ തെളിവാണ് കണ്ണേ കരളെ VSA എന്ന് ആർത്തു വിളിച്ച് നെഞ്ചു പൊട്ടിക്കരയുന്ന ആബാലവൃദ്ധം ജനങ്ങൾ. അത് ഈ നാടിന്റെ പരിച്ഛേദമാണ് എന്ന മട്ടിലാണ് സനോജിന്റെ ഫേസ്ബുക്കിലെ പരാമർശങ്ങൾ. VS അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനും വർഗീയവാദിയുമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഘപരിവാർ കേന്ദ്രങ്ങളുടെയും അത് വൈകാരിക വിഷയമാക്കി പ്രചരിപ്പിച്ച മുസ്ലിം തീവ്രവാദ സംഘങ്ങളുടെയും പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ചൂടേറിയ ചർച്ചയായി മാറുമെന്നത് ഉറപ്പാണ്.